പ്രിയ ഉദ്യോഗാർത്ഥികളെ, വളരെ നല്ല ഒരു തൊഴിലവസര വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CGL എക്സാമിനേഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, അതായത് ഗ്രൂപ്പ് ബി ഓഫീസർ തസ്തികകളിലേക്കുള്ള എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഏതാണ്ട് 14,000-ഓളം വേക്കൻസിയാണ് ഉള്ളത്. ആ പരീക്ഷാ വിവരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള തീയതി 22/6/2026 വരെയുണ്ട്. 2026 ജൂൺ മാസം 22-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അവസാന നിമിഷം വരെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഷൂട്ട് യുവർ ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. ലാസ്റ്റ് മിനിറ്റ് കൺജഷൻസ്, കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഇതിന് 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ. Tier 1, Tier 2 എക്സാമിനേഷൻ, രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. Tier 1 എക്സാമിനേഷൻ ആദ്യ തലം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസങ്ങളിലാണ് 2026. Tier 2 നടക്കാൻ പോകുന്നത് ഡിസംബർ 2026. അപ്പോൾ അപേക്ഷ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക. ഇനി മറ്റു വിവരങ്ങളൂടെ നമുക്ക് നോക്കാം. വിവിധ തസ്തികകളിലേക്കാണ് ഈ അപേക്ഷ. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കാഡർ, സെൻറ്റർ കാഡർ, സ്റ്റേറ്റ് കാഡർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കാഡർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അതുതന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ന്യൂഡൽഹി, ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, other ministries, departments, organizations, CBDT, Central Board of Direct Taxes, Central Board of Indirect Taxes and Customs. ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെക്ഷൻ ഓഫീസേഴ്സ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസേഴ്സ് ഈ തസ്തികകളിലേക്കാണ്. ഇതെല്ലാം ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആസ് വെൽ ആസ് ഗസറ്റഡ് റാങ്കിലേക്കുള്ള പരീക്ഷകളാണ്. ഏജ് ലിമിറ്റ് എല്ലാത്തിനും 18-30 എന്ന് നമുക്ക് പറയാം. ചില പരീക്ഷകൾക്ക് സെൻട്രൽ സെക്രട്ടറിയിലേക്ക് 20-30. അതൊരു ഗ്രാജുവേറ്റിന് അത് പ്രശ്നമല്ല. ഓൾ ഗ്രാജുവേറ്റ്സ് വിൽ ബി 20+. അപ്പോൾ 20 മുതൽ 30 വരെ നമുക്ക് ഏതാണ്ടെന്ന് സൂചിപ്പിക്കാം. പിന്നെ ഏജ് ലിമിറ്റും ഇത്തരം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് 100% നോക്കാതെ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് വേണം അപേക്ഷകൾ നിങ്ങളുടെ എലിജിബിലിറ്റി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഈ ഏജ് എല്ലാം കണക്കൂട്ടുന്നത് 1/8/2026 ഓഗസ്റ്റ് 1-ാം തീയതി നിങ്ങൾക്ക് മിനിമം ഇത്ര വയസ്സായിരിക്കണം, ഇത്ര വയസ്സ് എക്സീഡ് ചെയ്യാനും പാടില്ല എന്ന രീതിയിലാണ്. എല്ലാ പരീക്ഷകൾക്കും, ഏതാണ്ട് എല്ലാ പരീക്ഷയ്ക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ്. ഇൻ എനി ഡിസിപ്ലിൻ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ് ഏതാണ്ട് എല്ലാ പരീക്ഷയ്ക്കും എലിജിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇനി ഈ പരീക്ഷകളുടെ വിവരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഒരു 2 Tier 1, Tier 2, ഒരു പ്രിലിമിനറി Tier 1, ദെൻ ഒരു Tier 2 എക്സാമിനേഷൻ. Tier 1 എക്സാമിനേഷന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ചോദ്യം 50 മാർക്ക്, ജനറൽ അവെയർനെസ് 25 ചോദ്യം 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യം 50 മാർക്ക്, ഇംഗ്ലീഷ് 25 ചോദ്യം 50 മാർക്ക്. അപ്പോൾ ഇതാണ് 100 ചോദ്യം 200 മാർക്കിനാണ് പരീക്ഷ. സെക്ഷണൽ ടൈമർ ഉണ്ട്. 1 hour പരീക്ഷയാണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് 15 മിനിറ്റ് വെച്ച് 4 പരീക്ഷകളാകുമ്പോൾ 60 മിനിറ്റ് അഥവാ 1 മണിക്കൂറത്തെയാണ് പ്രിലിമിനറി പരീക്ഷ. ഇനി പ്രിലിമിനറി പാസ്സാവുന്നവരെ അവർ Tier 2 എക്സാമിനേഷൻ വിളിക്കും. അത് പേപ്പർ 1, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, സെക്ഷൻ എയിൽ മാത്തമാറ്റിക്സ്, റീസണിങ് 30-30 60 ചോദ്യമാണ്, 180 മാർക്ക്. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിന് എ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബി സെക്ഷൻ 2-ൽ തന്നെ സബ്സെക്ഷൻ എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ബി ജനറൽ അവെയർനെസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 45 ചോദ്യം, ജനറൽ അവെയർനെസ് 25 ചോദ്യം, അപ്പോൾ 70 ചോദ്യം × 3 210 മാർക്ക്. പിന്നെ ഒരു പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പേപ്പർ 3 ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ്. ഇതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ പരീക്ഷകൾക്കും കമ്പൽസറിയാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന തസ്തികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബാങ്ക് പരീക്ഷകളിൽ നിന്നൊക്കെ അല്പം രീതികൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ വെബ്സൈറ്റിലൂടെ വ്യക്തമായി നോക്കുക. പരീക്ഷകൾ എത്രയും പെട്ടെന്ന് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുക.
ഒരു കാര്യം ഇനിയാണ് ഞാൻ പറയാം, ഈ ബാങ്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ, ബാങ്ക് പരീക്ഷയാവട്ടെ, റെയിൽവേ ആവട്ടെ, SSC പരീക്ഷ ആവട്ടെ, ഇതൊന്നും ഒരു അടിസ്ഥാനപരമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു 75 മുതൽ 80% കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. ദർ ആർ സം കോസ്മെറ്റിക് ഡിഫറൻസസ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ കണക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാത്തമാറ്റിക്സ് എന്ന പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കൊമേഴ്ഷ്യൽ അരിത്തമാറ്റിക്സ് ബാങ്കിനുമുണ്ട്, SSCക്കുമുണ്ട്. ബാങ്കിൽ കൊമേഴ്ഷ്യൽ അരിത്തമാറ്റിക്സ് കുറച്ചുകൂടെ ടഫറായിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ SSCക്ക് അത്രയും ടഫറല്ല. പക്ഷേ SSCക്ക് ട്രിഗണോമെട്രിയും ജിയോമെട്രിയും ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് ഇതൊന്നും വലിയ ഡീപ്പായിട്ടല്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊരു 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളാണ്, ആർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ജനറൽ അവെയർനെസ് എന്ന് പറയുന്നത് ബാങ്കിന് മിക്കവാറും കറണ്ട് അഫയേഴ്സാണ് ചോദിക്കുന്നത്, വിത്ത് എ സ്പെഷ്യൽ എംഫസിസ് ഓൺ ഇക്കണോമിക്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ്. ഇതിന് കറണ്ട് അഫയേഴ്സ് പ്ലസ് സം ഹിസ്റ്ററി, ജിയോഗ്രഫി, പോളിറ്റി, ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജുമൊക്കെ ബാങ്ക് പരീക്ഷയോട് ഏതാണ്ട് കിടപിടിക്കുന്ന പരീക്ഷ, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം നിലവാരം കുറഞ്ഞ ഒരു പരീക്ഷകളാണ് നടക്കുന്നത്. ഞാനങ്ങനെ വ്യക്തമായി പറയുന്നില്ല, എങ്കിൽ കൂടെ ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പോസിബിളായ പരീക്ഷകളാണ്. ഒറ്റ പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ ഒരു കൂടുതൽ വേക്കൻസിക്ക് നമ്മൾ എലിജിബിളാകും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. ബാങ്ക് പരീക്ഷകൾക്ക് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും SSC ഗവൺമെൻറ് CGL പരീക്ഷയ്ക്ക്, SSC CGL പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ICDയിൽ പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങൾ അവർക്ക് ഈ അഡീഷണൽ ടോപ്പിക്കിന് പ്രത്യേകം ക്ലാസ് എടുത്ത് കൊടുക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം റിസൾട്ട് SSCക്കും വരാറുമുണ്ട്. അതുകൊണ്ട് എല്ലാ പേരും, ബാങ്ക് ടെസ്റ്റ് പഠിക്കുന്ന എല്ലാ പേരും SSC CGL പരീക്ഷയ്ക്ക് അവർ നോട്ടിഫൈ ചെയ്തേക്കുന്ന ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നല്ലത് വരട്ടെ. മേ ഗോഡ് ബ്ലെസ്. താങ്ക് യു. ബൈ ബൈ.